അന്യം ചിങ്കത്. അപ്പം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മിന്ദു ചൂടൻ്റെ തിരിച്ചുവരവ് പോലെ ആർമീസിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ യുങ്കിച്ചൻ്റെ തിരിച്ചുവരവ് റിവേഴ്സ് ലൈവിലൂടെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 25 മിനിറ്റോളം നീണ്ടുന്നൊരു ലൈവായിരുന്നു കേട്ടോ യുങ്കിന്ന് വിവേഴ്സിൽ വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ ചെറിയൊരു മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അപ്പോൾ ലൈവിൻ്റെ തുടക്കത്തിൽ ആർമീസിൻ്റെ കമൻസ് ഒക്കെ വായിക്കാൻ നോക്കണ യുങ്കി വല്ലാതെ അങ്ങോട്ട് കാണുന്നില്ല തോന്നുന്നത് കൊണ്ടാവും ഞാൻ കണ്ണട എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഈയിടെയായിട്ട് കണ്ണ് ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളത് കൊണ്ട് കണ്ണട ഇടേണ്ടത് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നുണ്ട്. പിന്നെ യുങ്കി തൻ്റെ മുടി ഇപ്പോൾ കുറച്ച് വളർന്നതിനെ കുറിച്ച്, അതേപോലെ തന്നെ ആ മുടി ഇപ്പം നനച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇപ്പോൾ ഹെയർ ഇങ്ങനെ നിൽക്കണതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ താൻ പേം ചെയ്തിട്ടുണ്ട് മുടി, പക്ഷേ തൻ്റെ കെയറിങ് ഒന്നും വലിയ നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഈ ക്യാമറേൻ്റെ ആംഗിൾ കുറേ അടുത്തായെന്ന് വെച്ചിട്ട് അത് വിട്ട് വയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഒരു പൂച്ചക്കുട്ടീൻ്റെ കരച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പൂച്ചയുള്ളിടത്ത് വേറൊരു പൂച്ച എന്നുള്ളത്. എന്തായാലും ഒരു പൂച്ചക്കുട്ടീൻ്റെ കരച്ചിലേക്കുമ്പോൾ യുങ്കി എന്തായാലും നിന്നെന്ന് ആർമീസിനെ കാണിക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞിട്ട് ആ പൂച്ചക്കുട്ടീനെ അടുത്ത് മടിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് യുങ്കി ആ ഒരു പൂച്ചക്കുട്ടീനെ മടിയിലെടുത്ത് വെച്ചിട്ട് ആർമീസിന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പൂച്ചക്കുട്ടീൻ്റെ പേര് താങ് എന്നാണ് കേട്ടോ. താങ് എന്ന് പറഞ്ഞാൽ കൊറിയൻ വേർഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഷുഗറിൻ്റെ ഒരു കൊറിയൻ വേർഡ് പോലെയാണ് താങ് എന്ന് പറയുന്നത്. ഇനിയും പൂച്ചക്കുട്ടീനെ മടിയിൽ വെക്കുമ്പോഴാണ് യുങ്കി ആലോചിക്കുന്നത് അതിൻ്റെ കഴുത്തിൽ ഒരു ബെല്ല് കെട്ടി കൊടുത്തിരുന്നത് കാണാമല്ല. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് യുങ്കി എണീറ്റ് പോയിട്ട് ആ ഒരു ബെല്ല് കണ്ടുപിടിച്ചതിൻ്റെ കഴുത്തിൽ കെട്ടി കൊടുക്കണ്ടേ. എന്നിട്ട് ആർമീസിന് വീണ്ടും കാണിച്ചു കൊടുക്കണ്ടേ. ആ പൂച്ചക്കുട്ടി വല്ലാതെ ക്യാമറേന് മുന്നിൽ ഇരിക്കുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നാലും നമ്മുടെ യുങ്കി പിന്നെയും ആർമീസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പൂച്ചക്കുട്ടീനെ അടുത്ത് മടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ആൾ കുറച്ച് വലുതാണ്, 6.4 കിലോനൊക്കെ ഉണ്ട് എന്നുള്ളത് ആർമീസിനോട് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ സാധാരണ പൂച്ചക്കുട്ടി യുങ്കി ഇരിക്കണ ആ ഒരു സോഫേൻ്റെ മേലെ കയറിയാണ് ഇരിക്കൽ. പക്ഷേ ഈ ലൈവ് നടക്കുന്ന സമയത്ത് അവിടെ കയറി ഇരിക്കണില്ല. അപ്പോൾ യുങ്കി പറയുന്നുണ്ട് നീ സാധാരണ അവിടെ അല്ലേ കയറിയിരിക്കില്ല, അവിടെ കയറിയിരിക്കുക, എന്നാലേ നിന്നെ അവരൊക്കെ കാണുള്ളൂ, ഇതിപ്പോൾ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളതൊക്കെ പൂച്ചക്കുട്ടീനോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആർമീസ് ചോദിക്കണ എന്നോട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൂച്ചക്കുട്ടി ആൺപൂച്ചയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആർമീസ് യുങ്കിനോട് ഈ പൂച്ചേനെ ഇവിടുന്ന് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ യുങ്കി ഇതിനെ വാങ്ങിച്ചതല്ല, എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ അവിടെ 6 പൂച്ചക്കുട്ടികൾ ഇതേപോലെ ഉണ്ടായി, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. അതായത് ഈ ഒരു താങ് പറഞ്ഞിട്ടുള്ള പൂച്ചക്കുട്ടീൻ്റെ അച്ഛനെ സ്ട്രീറ്റ് ക്യാറ്റ്സിൻ്റെ ആ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ്. അങ്ങനെ അവിടെ ഉണ്ടായ കുട്ടികളാണ് 6 കുട്ടികൾ. അപ്പോൾ അതൊന്നും ഒന്നിനെ എനിക്ക് തന്നാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൂച്ചക്കുട്ടിക്ക് 3 വയസ്സുണ്ട് എന്നാണ് കേട്ടോ യുങ്കി പറഞ്ഞത്. അതേപോലെ ജിമ്മിന് ഈ പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജിമ്മിന് പൂച്ചകളെ അലർജി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടെന്ന് യുങ്കി പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ലൈവിൻ്റെ മെയിൻ നമ്മുടെ പൂച്ചക്കുട്ടീനെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് യുങ്കി ഇതേപോലെ തന്നെ ആർമീസിനോട് എന്താ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ, ഇയർ എൻഡിങ് ഒക്കെ ആയില്ലേ, എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ എല്ലാവരോടും ഒരു ഹായ് പറയാമെന്ന് വെച്ചിട്ട് വന്നതാണ്, എല്ലാവരും എന്താ ചെയ്യണമെന്നുള്ളതിന് ക്യൂരിയസ് ആയിരുന്നു എന്നൊക്കെ യുങ്കി പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ യുങ്കി ഫസ്റ്റ് ടൈം വളർത്തുന്ന പൂച്ചക്കുട്ടി കേട്ടോ. പിന്നെ താൻ അങ്ങനെ ലൈഫിൽ പൂച്ചക്കുട്ടികൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് വളർത്തിയ പൂച്ചക്കുട്ടിയാണ്. എൻ്റെ പാരൻസിന് പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, ഇത് ക്യൂട്ടായത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ താൻ ഇന്ന് കമ്പനിയിൽ പോയിരുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇയർ എൻഡിങ് അല്ലേ, അപ്പം ഞാനൊന്ന് ലൈവ് വരാമെന്ന് വിചാരിച്ച് വന്നതാണ്, എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കണം, അപ്പോൾ തണുപ്പൊക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് യുങ്കി ഈ ഒരു ലൈവ് അവസാനിപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ യുങ്കി വന്ന് ഈ ഒരു ലൈവിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ താരം പൂച്ചക്കുട്ടി തന്നെ ആയിരുന്നേ.